ഈ തംലൈന് നിങ്ങൾ കണ്ടു എന്റെ എങ്ങനെയുണ്ട്? ജിഹാദി ഹുസൈൻ എന്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോകൂ, ഇസ്രായേലിലെത്തിയ ചിത്രത്തിന് താഴെ ആരിഫ് ഹുസൈന് തെറി അഭിഷേകം. ഈ തെറി അഭിഷേകം എന്ന് പറഞ്ഞാല് അജാതി തെറിയാണ്. പക്ഷെ എനിക്കതിൽ വിഷമം വന്നുവെച്ചവന്റെ അമ്മക്കൊക്കെ തെറിയോട് തെറി, പൂരെ തെറി. പിന്നെ ഇവനെ തെറി വിളിക്കുകയാണെങ്കിൽ സങ്കടമില്ല, ഇവന്റെ ബാക്കിയുള്ളവർ വിളിക്കുമ്പോഴാണ്. കാരണം എന്താ അറിയോ, ഇവന്റെ ഉമ്മ മരിച്ചപ്പോ ഇവനൊരു പോസ്റ്റ് ഇട്ട്, മറന്നിട്ടുണ്ടാവില്ല ആരും. എന്താ പോസ്റ്റ്? ഹൂറന്മാരില്ലാത്ത ലോകത്തിലേക്ക് പോയി ആര്, അവന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു നിഷ്ഠൂരനായ ഒരു മനുഷ്യൻ. കാരണം ഇസ്ലാമിനെ ഇപ്പൊ ഞാൻ ഒരുപാട് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും കണ്ടിരിക്കണേ. അവർ മതങ്ങളെ മൊത്തത്തിലാണ് വിമർശിക്കാറുള്ളത്, മൊത്തം മതങ്ങളെയാണ് വിമർശിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു വ്യക്തി അരിപ്പ ഹുസൈന് ഇസ്ലാം മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതൊരു പണിയാക്കിക്കൊണ്ടാണ് ഇവൻ ചെയ്യാറുള്ളത്. അത് മാത്രമേ ഇവന് പണിയുള്ളൂ. കാരണം എന്താ, ഒരു ഡോക്ടറേറ്റ് നേടി എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് വ്യാജാണ്. ഏത്? ഇവന്റെ വാക്കുകൾ വ്യാജം പോലെ, ഇവന്റെ വർത്താനങ്ങൾ വ്യാജം പോലെ, ഡോക്ടറേറ്റും വ്യാജാണ്. അത് മാത്രല്ല, ഈ ഡോക്ടറേറ്റ് നേടിയിട്ട് ഡോക്ടർമാരെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവന്. ഹോമിയോ ഡോക്ടർമാരെ അവരുടെ പ്രവർത്തനം, ആ മരുന്നിന് എഫക്റ്റ് ഇല്ല, കാരണം ഇവനക്ക് ചികിത്സിക്കാൻ അറിയില്ല. അത് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നുണ പറയാൻ നിങ്ങൾ വിചാരിക്കും ഇവനെ കുറിച്ചിട്ട് എന്തോ നുണ പറയാ. അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടോക്കും. അപ്പോ അത് കേരള കൗൺസിൽ, മെഡിക്കൽ കൗൺസിലാണ് അങ്ങനെ തീരുമാനമെടുത്തത്. അപ്പൊ ഇപ്പോ ഔദ്യോഗികമായിട്ട് ഡോക്ടറല്ല, ചികിത്സിക്കാറില്ല പണ്ട്. അതായത് പഞ്ചറായി കിടന്ന വണ്ടിയുടെ ടയർ ഊരിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ക്ലിനിക്കൽ റിസർച്ചറായിട്ട്. ശരിക്കും ഒരു ഹുസൈൻ ഒരു എത്തിസ്റ്റ് ആണ്. പിന്നെ ഡോക്ടർ ആരിഫ് അല്ല, ഇപ്പൊ വെറും ആരിഫാണ്, അല്ലെങ്കിൽ എക്സ് ഡോക്ടർ ആരിഫ് വേണ്ടി വിളിക്കുക. കാരണം ഡോക്ടർ പദവി റദ്ദാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ. അപ്പോ അത് കേരള കൗൺസിൽ, മെഡിക്കൽ കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ ഇപ്പോ ഔദ്യോഗികമായിട്ട് ഡോക്ടറല്ല, ചികിത്സിക്കാറില്ല പണ്ട്. അതായത് പഞ്ചറായി കിടന്ന വണ്ടിയുടെ ടയർ ഊരിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഞാൻ നുണ പറയില്ല എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അവന്റെ പണി എന്താണോ പറഞ്ഞത്, ഇവന്റെ പണി റിസർച്ച് ചെയ്യാണ്. കാരണം ഡോക്ടർമാരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, കൗൺസിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവനെ റദ്ദാക്കി, ഔട്ടാക്കി, ഗെറ്റ് ഔട്ട് അടിച്ചു. കാരണം ഇവന്റെ സ്വഭാവം അങ്ങനെയാണ്, കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അപ്പൊ ഈ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പൊ വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ എന്താ പണി? ഇപ്പത്തെ പണി മുസ്ലിങ്ങളെ ഇസ്രായേൽ കൊല്ലുണ്ട്. അത് ഏതെല്ലാം രീതിയിൽ കൊല്ലുണ്ട്? ആ കുട്ടികളെ കരച്ചില്, ആ കരച്ചിലൊക്കെ കേൾക്കുമ്പോ മനുഷ്യന്മാരായ മുസ്ലിങ്ങൾ അല്ലാത്ത മനുഷ്യന്മാർക്കും വേദനയുണ്ട്. ഇപ്പൊ അമേരിക്കയിലൊക്കെ നിറയെ ഇസ്രായേലിനെതിരിൽ, ഈ ഗാസക്കെതിരിൽ, ഫലസ്തീനത്തെ കുട്ടികൾക്കൊക്കെ അനുകൂലമായിട്ട് പ്രകടനം നടക്കണം നമുക്ക് കാണാം. നമ്മൾ ഇന്ത്യയിൽ അത്ര നമുക്ക് കാണാൻ കഴിയില്ല. ഇവന് അതൊക്കെ ആസ്വദിക്കുകയാണ്. എന്തൊരു മനോഭാവമാണ് ഇവന്റെ എന്നിൽ ഇവനക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു മനോഭാവം, ഒരു മനോരോഗി. ഏത് മനോരോഗി? കണ്ടല്ലേ, കൊടിയൊക്കെ പിടിച്ചിട്ട് ഇവൻ ആദ്യമേ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തു. ഇസ്രായേലിക്ക് ഇവനക്ക് പോകണം. ആ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സംഖ്യകളെ സുഖിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസ്രായേലിയരെ സുഖിപ്പിക്കണം. കാരണം ഈ രണ്ട് ആളുകളാണ് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. അത് കണ്ട് ആസ്വദിക്കുക. എങ്ങനത്തെ കുട്ടികളാണോ ഇവനക്ക് ആസ്വദിക്കേണ്ടത്? മനുഷ്യന്മാരെ കണ്ണിന്ന് കണ്ണീര് വരും. ഈ ഇസ്രായേലി ചെയ്യുന്ന ക്രൂരത അത് സഹിക്കുന്ന കുട്ടികള് ബന്ധുക്കളെ തെരഞ്ഞു നടക്കുകയാണ്, കുടുംബത്തിന് തെരഞ്ഞു നടക്കുകയാണ്, വാപ്പാനെ തെരഞ്ഞു നടക്കുകയാണ്, ഉമ്മാനെ തെരഞ്ഞു നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളും കുട്ടികളും ആൺകുട്ടികളൊക്കെ അല്ലേ, മക്കളില്ലേ? ഈ മക്കളെ ഒരു ദുരിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇന്ന് നേർക്ക് നേരെ കാണുന്ന ഒരു കാഴ്ചയാണ്, നമ്മുടെ ഹൃദയം പൊട്ടിപ്പിളരും. ഞാൻ നുണ പറയണത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കാണുക. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളുകളെ, അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവന്. ആ വീഡിയോ ഒന്ന് കാണാം. സഹോദരങ്ങളെ, ഇവൻ ഇസ്രായേലിലേക്ക് പോയത് എന്തിനാ അറിയോ? അവിടെ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല നല്ല വലിയ മിസൈലാണ് മൂട്ടുകൂടാൻ കയറിയിട്ട് പൊളിഞ്ഞിട്ട് പാപ്പർ സൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ മരുന്ന് വെച്ചു കൊടുത്തുകാണ്ട് സമാധാനിപ്പിക്കാനാണ് ഇവൻ പോണത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവനെ തെറി വിളിക്കേണ്ട ജിഹാദി ഹുസൈനെ ഇവിടുന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞ് തെളിവിളിക്കുകയാണ്. എന്തുകൊണ്ട് തെറി വിളിക്കുന്നു? ഇവൻ അർഹനാണ്.
ഇവൻ അർഹനാണ്. ഇവൻ എന്താണ് ആവശ്യം? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്ന ഇസ്രായേല് ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് നിരവധി കുട്ടികളെ അനാഥരാക്കിയ ഇവന്, നിരവധി മക്കളെ പെണ്ണുങ്ങളെ വിധവയാക്കിയവന്, നിരവധി കുഞ്ഞുങ്ങളുടെ മക്കളെ ഉമ്മാനെയും വാപ്പാനെയും കുടുംബത്തെ കൊന്നൊടുക്കിയ ഇവന് അത് കാണുമ്പോൾ ഒരു സന്തോഷം. സാധാരണ എല്ലാവരും ഹൃദയമുള്ള ആളുകൾ എന്ത് ചെയ്യും? അത് കണ്ടിട്ട് കരയും, വേദനിക്കും. പക്ഷെ ഇവനൊരു സന്തോഷമാണ്, കാരണം മരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അപ്പൊ എത്രത്തോളം ക്രൂരമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ് ഇവന്. ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക് സഹോദരന്മാരെ. ഈ വീഡിയോയിൽ സ്വന്തം കുടുംബത്തിനെ തെരഞ്ഞ് അലമുറയിടുന്ന പിഞ്ചു കുഞ്ഞ് നമ്മുടെ വീട്ടിലില്ലേ, നമ്മുടെ മക്കളില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നവനാണ് അരിപ്പ. സഹോദരങ്ങളെ, ഇതാണ് മാനസിക രോഗികൾ. ഈ മാനസിക രോഗികൾക്ക് മാനസിക രോഗിയായ വ്യക്തിയാണ് പോയി കണ്ട് എന്ത് ചെയ്യണത്? അവരെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇവന്റെ വിചാരം ഇവനൊരു സെക്കൻഡൊക്കെ കൊടുത്ത് അവിടുത്തെ പട്ടാളവും അവിടുത്തെ മേധാവികളും അവിടുത്തെ മന്ത്രിയൊക്കെ നെത്തന്യാവ് നേരെ വന്നുകൊണ്ട് ഇവനെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോയിക്കാണ്ട് വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ, നീ നല്ലൊരു പ്രവർത്തകനാണ് കേട്ടോ എന്നൊക്കെ പറയുമെന്നാണ് ഇപ്പൊ വിചാരിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇസ്രായേലിന് മുഴുവൻ തെറിയോട് തെറിയ വിളിക്കുന്നത്. ഇവൻ ഇനി ആ ഭാഗത്തേക്ക് പോകലുണ്ടാവൂലേ? ഇനി നമുക്ക് കേൾക്കേണ്ടത് ഇസ്രായേലിനെ ഇപ്പൊ പുകഴ്ത്തി പറയുണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് ഇനി കേൾക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മുന്നേ ഇവര് ഫലസ്തീനികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്തൊരു മനോഭാവമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ലോകരെ കാണിക്കാണ്. ഈ രോഗിയല്ല, ഇങ്ങനെയുള്ള ക്രൂരന്മാരായ മനസ്സിന്റെ ഉടമകളാണ് ജൂതന്മാര്. ഈ ജൂതന്മാരെ പറയുമ്പോൾ ചില ക്രിസ്ത്യാനികൾക്ക് പൊള്ളും. എന്തിനാ പൊള്ളണത്? നിങ്ങളെ യേശുവിന്റെ തല അടിച്ചു പൊട്ടിച്ച് നിലത്ത് കിട്ടു ഈ ജൂതന്മാര്. അതേപോലത്തെ കന്യാസ്ത്രീന്റെ ബിംബത്തിനെ അടിച്ചു പൊട്ടിച്ച് നിലത്ത് കിട്ടു. ഇവര് ഒരു ക്രിസ്ത്യാനി, ഒരു കന്യാസ്ത്രീ നടന്നു പോകുമ്പോ ഓടിച്ചെന്ന് ഒരു ഒറ്റ ചവിട്ട ആ പെണ്ണിന്റെ ശരീരത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്തരമുള്ള ദുഷ്ടന്മാര് ഈ മനുഷ്യന്മാരടിക്ക് ഈ ജിഹാദിയായ അരിപ്പ പോയാല് അരിപ്പനെ വിടുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവനക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ്. പൈസ കൊടുത്ത് വിലക്ക് വാങ്ങിയ ഒരേ ഒരു വിഡ്ഢി, ഒരു കഴുതയാണ് ഈ പോയ വ്യക്തി. അത്രയും എനിക്ക് പറയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നാവെടുത്ത ഇസ്ലാമിനെ പറയാം, നാവെടുത്ത മുസ്ലിങ്ങളെ കുറ്റം പറയാം, എന്നിട്ടോ അത് ആസ്വദിക്കുക. ഇവർ ചെയ്യുന്ന രംഗം നോക്കും. അപ്പൊ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടാവും. കാരണം എന്താ അറിയോ? ഇസ്ലാമിനെ കുറ്റം പറയുകയും ഇസ്ലാമിനെ തെറി വിളിക്കുകയും ഇസ്ലാമിനെ മോശമായി കാണിച്ചുകൊണ്ട് ജനങ്ങളടിയിൽ ഈ ജിഹാദി എന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു തെണ്ടിയാണ് പറഞ്ഞുകാണ്ട് പ്രചരിപ്പിച്ചത്. ഇവനക്ക് തന്നെയാണ് 8ന്റെ പണി കൊടുത്തത്. 8ന്റെ പണിയില്ല, പുളിച്ച ചീത്ത, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തെറി എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവൂല. പുളിച്ച ചീത്ത. ഈ പുളിയില്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അജാതി ചീത്തയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇവൻ മരുന്ന് കേൾക്കാൻ പോയ. എവിടെയൊക്കെ മരുന്ന്? ഇവന് മരുന്ന് തേച്ചുകാണ്ട് ആശ്വസിപ്പിക്കാനാണ് പോയത്. ഇവരാണെങ്കിലോ ഇപ്പോഴാണ് ആണുങ്ങളെ കണ്ടുമുട്ടിയത്. ആര്? ഈ 2 കൂട്ടരെ അമ്മാനാണ് പൊളിച്ചിട്ടുള്ളത്. ആര്? നിങ്ങൾക്കറിയാലോ ആരാണ് പൊളിച്ചത്. അതാക്കണ് ആ ബംഗാർ എന്ന് പറഞ്ഞാൽ ആക്രി കടയിലേക്കാണ് പോലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. തിരിഞ്ഞു നോക്കിയാല് ഇറാന് പറഞ്ഞിട്ടുണ്ട്, തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ചെയ്താ നല്ല പണി തരും. മറ്റോൻ എന്ത് ചെയ്തേക്കണ്? ഉപ്പാപ്പ എന്ത് ചെയ്ത് തൽക്കാലം അവിടുന്ന് തടി ഊരി ഓടി രക്ഷപ്പെട്ടു. ഇനി ഈ ഭാഗത്തേക്ക് ഞാൻ അല്ല അറിഞ്ഞ്. ഇജ് വേണമെങ്കിൽ നോക്കിക്കോ എന്റെ മൂട്. ഞാൻ ഏതായാലും ഇന്റെ കീറിയിക്കണ്, ഞാൻ പോവുകയാണ് ഇന്റെ രാജ്യത്ത്. എന്നിട്ടോ ആ രാജ്യക്കാരെ കുറ്റം പറഞ്ഞെടുക്കാൻ ഈ ടീം നെത്തന്യാവിന്റെ ടീം. എന്നിട്ടോ ഈ 2 ആളും തൽക്കാലം കിട്ടിയതൊക്കെ മേടിച്ചുകൊണ്ട് അവനാന്റെ പെരീക്ക് പോവുകയാണ്. പോണ രംഗം കാണുക.
ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ മുന്നിലേക്ക് പോകാനും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കൂടുതലായിട്ടൊരു ലെവലായി കിട്ടാനും. ഇപ്പോൾ പൈസ വരല് തുടങ്ങിയിട്ടുണ്ട് എന്തായിരുന്നാലും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന, എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. യൂട്യൂബിൽ നിന്ന് വരുമാനം വരല് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുക. ഈ വീഡിയോ അവസാനമാണ്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. क्या हुआ, कैसे हुआ, कब हुआ, क्यों हुआ ये